ബാലസംഘം വേനൽത്തുമ്പി കലാജാഥകളുടെ ഭാഗമായുള്ള സംസ്ഥാനതല പരിശീലന ക്യാമ്പ് ഇന്ന് സമാപിക്കും. ഏപ്രിൽ 1 മുതൽ നേര്യമംഗലത്ത് വെച്ചാണ് സംസ്ഥാന പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഏപ്രിൽ 20 മുതലാണ് ഈ വർഷത്തെ വേനൽത്തുമ്പി കലാജാഥകൾ ആരംഭിക്കുന്നത്. മാറ്റുള്ളൊരു മുന്നേറ്റത്തിൻ പടവുകൾ നമ്മൾ ഉയർത്തുമ്പോൾ പടവുകൾ തച്ചു തകർക്കാൻ നോക്കുന്നു. പീഡിതരെ ചേർത്തു പിടിക്കാൻ കരങ്ങൾ നമ്മൾ നീട്ടുമ്പോൾ കൈ തട്ടിയകറ്റാൻ നോക്കുന്നു. സംസ്ഥാനത്ത് 210 ഏരിയാതല കലാജാഥ ഗ്രൂപ്പുകളിലായി 4000-ഓളം വേനൽത്തുമ്പികൾ 4000-ലധികം വേദികളിൽ നേരിന്റെ കാലോചിതമായ രാഷ്ട്രീയം പറഞ്ഞ് ഏപ്രിൽ 20 മുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങും. അതിന്റെ ആദ്യപടിയായുള്ള സംസ്ഥാനതല പരിശീലന ക്യാമ്പാണ് ഏപ്രിൽ 1 മുതൽ നേര്യമംഗലത്ത് വെച്ച് സംഘടിപ്പിച്ചത്. നമുക്കറിയാം, പുതിയ കാലത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് പോലും വിലങ്ങൾ ഏൽപ്പിക്കുന്ന ഈ കാലത്ത് കൃത്യമായി കൊണ്ട് നേരിൻ്റെ രാഷ്ട്രീയം പറഞ്ഞു വെക്കുകയാണ് ബാലസംഘത്തിൻ്റെ വേനൽത്തുമ്പി. കുട്ടികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം തന്നെ നിരന്തരമായി കൊണ്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. ആ പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം തന്നെ കലാജാഥയിലൂടെ അവതരിപ്പിക്കുകയാണ്. VK ഹരിനാരായണൻ, മുരുകൻ കാട്ടാക്കട, M ശിവശങ്കരൻ, വിനായക് പ്രസാദ്, MV മോഹനൻ, AV രഞ്ജിത്ത് എന്നിവരുടെ രചനകൾ രതീഷ് പല്ലവി, മിഥുൻ മലയാളം എന്നിവർ സംഗീതം നൽകി സംഗീത ശില്പങ്ങളായി കലാജാഥയിൽ അവതരിപ്പിക്കപ്പെടും. ജിനേഷ് ആമ്പല്ലൂർ, വിപിൻ ദാസ് പരപ്പനങ്ങാടി, അമാസ് S ശേഖർ, പ്രവീൺ കാടകം, ശിവപ്രസാദ് എന്നിവരാണ് 4 നാടകങ്ങൾ സംവിധാനം ചെയ്ത് അണിയിച്ചൊരുക്കുന്നത്. മാനവരെല്ലാം ഒന്നാണെന്നത് ചൊല്ലുമ്പോൾ ചേരിതിരിക്കാൻ നോക്കുന്നു. ലഹരിക്കെതിരെ, അന്ധവിശ്വാസങ്ങൾക്കെതിരെ ഒരു ചാട്ടുളിയായി ഇത്തവണ വേനൽത്തുമ്പികൾ മാറും എന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. കുട്ടികൾക്കിടയിൽ വളർന്നു വരുന്ന വയലൻസിനെ മാറ്റി നിർത്തിക്കൊണ്ട് ജയിക്കാൻ മാത്രമല്ല തോൽക്കാനും ഞങ്ങൾക്ക് മടിയില്ല എന്ന സന്ദേശം നൽകുന്ന നാടകവും ഇതിൻ്റെ ഭാഗമായി വരുന്നു. കലാപമല്ല, കലഹമല്ല വേണ്ടത്, ജീവിതത്തിൽ ഏറ്റവും സന്തോഷമാണ് സൃഷ്ടിക്കേണ്ടത് എന്ന വലിയ സന്ദേശം വേനൽത്തുമ്പി കുട്ടികൾക്ക് നൽകുന്നതിന് വേണ്ടി ഇത്തവണ ഒരുക്കുകയാണ്. നേര്യമംഗലം PWD ഗസ്റ്റ് ഹൗസിൽ കഴിഞ്ഞ 6 ദിവസമായി നടന്നുവരുന്ന സംസ്ഥാനതല പരിശീലന ക്യാമ്പ് ഇന്ന് സമാപിക്കും. നേര്യമംഗലത്ത് ഈ വേനൽമഴ പെയ്തിറങ്ങുമ്പോൾ ഇവിടെ നിന്നാണ് സംസ്ഥാനത്ത് വേനൽത്തുമ്പികൾ പറന്നുയരാൻ ഒരുങ്ങുന്നത്. ക്യാമറാമാൻ സുഭാഷ് ജെയിംസിനൊപ്പം ജോസിൽ സെബാസ്റ്റ്യൻ, കൈരളി ന്യൂസ്.